വെൽക്കം ബാക്ക് ടു അല്ലൂസ് ഫാമിലി വ്ളോഗ്. അപ്പൊ എല്ലാവർക്കും അല്ലൂസ് ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പൊ നമ്മൾ പഴനി പോവാണ്. പഴനിയിൽ തലമുട്ടടിക്കാനൊന്നല്ല കേട്ടോ പോണത്. നമുക്ക് പഴനിയിൽ കുറച്ച് ഗ്രാമങ്ങളെ വീഡിയോ എടുക്കാണ്ട്. അപ്പൊ ഇന്നത്തെ യാത്ര നമ്മള് പഴനിക്കാണ്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും അല്ലൂസ് ഫാമിലി വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പൊ വാ പോവാ. അങ്ങനെ നമ്മള് തമിഴ്നാട്ടിലേക്ക് എൻട്രി ആയിട്ടാ. ഈ സ്ഥലത്തേക്ക് ഗോപാലപുരം അല്ലേ? ഇതാണ് ഗോപാലപുരം, അതായത് കേരള തമിഴ്നാട് ബോർഡർ ആണ് കേട്ടോ അത്. അങ്ങനെ നമ്മൾ തമിഴ്നാട്ടിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഹായ്. അപ്പൊ ഇവിടുന്ന് പൊള്ളാച്ചിക്ക് 15 കിലോമീറ്റർ. ഇതാണ് ഗോപാലപുരം, അതവിടെ എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റും കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ കണ്ടോ ചെറിയ ചെറിയ വീടുകളാട്ടോ ഈ റോഡിന്റെ സൈഡിൽ കൂടെ ഒക്കെ. വലിയ വലിയ കടകളുണ്ട്, പക്ഷെ ഒഴിഞ്ഞു കിടക്കുന്നതാണല്ലേ. ഇവിടെ അധികം കൂടുതലും തെങ്ങാണ് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ, അതായത് നമ്മുടെ കേരളത്തിലൊക്കെ കൂടുതൽ ഇളനീരൊക്കെ വരുന്നത് ഇവിടുന്നാണ്, പൊള്ളാച്ചിന്നാണ്. പാലക്കാട് പൊള്ളാച്ചി ബസ്സൊക്കെ പോകുന്നു. അങ്ങനെ നമ്മൾ ഏകദേശം പൊള്ളാച്ചിയൊക്കെ എത്താറായി തുടങ്ങിയിട്ടോ. എന്റെ ബാക്കിൽ കാണണം ചെറിയ ചെറിയ വീടുകൾ. അത് അല്ലൂസ് ഉണ്ട് കേട്ടോ. അല്ലൂസിന് ചെറുതായിട്ട് ജലദോഷമൊക്കെ പിടിച്ചിട്ടുണ്ട്. 2 ആഴ്ചയായി ജലദോഷം പിടിച്ചിട്ട്, പക്ഷെ കുറവില്ല. പനിയൊക്കെ ഉണ്ടായി, പനിയൊക്കെ മാറി, പക്ഷെ ഇപ്പൊ ജലദോഷം കേട്ടോ. അപ്പൊ നമ്മൾ ഈ ബാക്കിലൊക്കെ കാണുന്നതൊക്കെ കൂടുതലും ഇവിടെ നമ്മളെ പൊള്ളാച്ചി ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് തെങ്ങാണ് കേട്ടോ. അല്ലേ? അല്ലോ, തെങ്ങല്ലേ ഏറ്റവും കൂടുതൽ കണ്ടേ? തെങ്ങാണ് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ പൊള്ളാച്ചി ഏകദേശം ടൗൺ എത്താറായിട്ടോ. ഇവിടുന്ന് ഒരു റൗണ്ട് അബൌട്ട് ഉണ്ട്. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് ഉള്ളിലേക്ക് പോകും കേട്ടോ. നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എങ്ങോട്ട് തിരിയും? പഴഞ്ഞ ഭാഗത്തേക്ക് നമ്മൾ പോകുന്നത്. എങ്ങോട്ട് തിരിയണേ? അങ്ങനെ നമ്മൾ റൈറ്റിലോട്ട് തിരിയാൻ പോവാണ്. അല്ലൂസ് ഇതിന്റെ മുടിക്കുടുപ്പല്ലേ? അല്ലൂസിന്റെ മുടിക്കുടുപ്പൊക്കെ എടുത്തിട്ട് മണ്ണൊക്കെ എടുത്തു. അങ്ങനെ നമ്മൾ റൈറ്റിലോട്ട് തിരിഞ്ഞോ. ഇവിടെ റോഡൊക്കെ നല്ല ക്ലീൻ ആയിരിക്കും കേട്ടോ. റോഡിന്റെ സൈഡ് അത്ര ക്ലീൻ അല്ലെങ്കിലും റോഡ് നല്ല ക്ലീൻ ആയിരിക്കും. നമ്മൾ പൊള്ളാച്ചി ടൗൺ ടച്ച് ചെയ്യാതെ കേട്ടോ നമ്മൾ പോണത്. ടൗൺ എത്തുന്നതിന്റെ മുമ്പ് റൗണ്ടബൌട്ടുണ്ട്, അവിടുന്ന് റൈറ്റിലോട്ട് തിരിഞ്ഞിട്ടാണ് ഇപ്പൊ നമ്മൾ പോകുന്നത്. ഇത് ചെറിയൊരു ഗ്രാമം പോലെ കേട്ടോ, ചെറിയ ചെറിയ വീടുകളും കാര്യങ്ങളൊക്കെ. ഇവിടുത്തെ അങ്ങോട്ട് ഉള്ളിലോട്ട് ഒരുപാട് വീടുകളുണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു വീടുകളാണ്. ഞാൻ പറയുന്നതിനനുസരിച്ച് അല്ലൂസും പറയുന്നുണ്ട് കേട്ടോ. ഈ തെങ്ങിന്റെ അടിയിൽ കൂടെ ചെറുതായിട്ട് കവുങ്ങുണ്ട് അല്ലേ? ഓക്കെ. കണ്ടോ അവിടെ വലിയൊരു കുളം കിണർ. ഇവിടെ ഇങ്ങനെ തൊട്ടടുത്തടുത്താട്ടോ വീടുകൾ കാണുന്നത് കണ്ടോ. അപ്പൊ നമ്മളൊരു വീടിന് അതിന് തന്നെ അടുത്ത വീടായിരിക്കും. നമ്മുടെ നാട്ടിലൊന്നും പോലെ ഇങ്ങനെ വലിയ കോമ്പൗണ്ട് ഒന്നും ഉണ്ടാവില്ല. സംഭവം ഇങ്ങനെ ചെറിയ ചെറിയ വീടുകളായിരിക്കും. നമ്മൾ പൊള്ളാച്ചി ഔട്ടറിലേക്ക് കയറിട്ടോ. അപ്പൊ നമ്മൾ ഔട്ടർ വഴിയാണ് പോകുന്നത്. നമ്മൾ ഫസ്റ്റ് പോകുന്നത് പഴനിയാണ് കേട്ടോ. അപ്പൊ പഴനിത്തെ കുറച്ച് വിശേഷങ്ങൾ കാണിച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് പോകുന്നത് എങ്ങോട്ടാണ്? നാഗപട്ടണം. അപ്പൊ നാഗപട്ടണമാണ് നമ്മളെ മെയിൻ ഡെസ്റ്റിനേഷൻ കേട്ടോ. അപ്പോ നമ്മൾ പഴനി വഴി പോകും. ഇപ്പൊ നമ്മൾ ഇരിക്കും പൊള്ളാച്ചി ഔട്ടർ വഴിയാണ്. അപ്പൊ നമ്മൾ ഔട്ടറിലേക്ക് കയറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് ഉള്ളിലോട്ട് പോയിട്ട് നോക്കാം എന്തൊക്കെ കാണാൻ പറ്റുന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. അല്ലൂസ് എന്തേലും പറയണ്ട? അല്ലൂസ് കണ്ട? അല്ലൂസ് ഞാൻ വീഡിയോ എടുക്കാണെന്ന് കണ്ടിട്ട്. അപ്പൊ നമ്മൾ പോകുന്നത് വാഞ്ചിയാപുരം എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് കേട്ടോ. അതായത് പൊള്ളാച്ചിന്ന് 5 കിലോമീറ്റർ ദൂരമുണ്ട്. ഇതൊരു ഉള്ള ഏരിയയാണ് കേട്ടോ. ഉള്ള ഏരിയ എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ചെറിയൊരു ഗ്രാമമാണ്. നമുക്കൊന്ന് പോയി നോക്കാം. വാഞ്ചിയാപുരം
കണ്ടോ ഈ രണ്ട് സൈഡും എന്താ അങ്ങനെ ഒഴിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ്. വേസ്റ്റ് ഒക്കെ കത്തിച്ചോണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ കമ്പനികളുണ്ട് കേട്ടോ ഇവിടെ. അത്യാവശ്യം കുറച്ച് വീടുകളൊക്കെ കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ. തെങ്ങനെയാണ് കാര്യമായിട്ടിട്ട് ഇവിടെ വലിയ ഇതൊന്നുമില്ല. അല്ലൂസേ വീട്ടിൽ നിന്ന് എടുത്തിട്ട് വന്നതായിട്ടൊരു പെണ്ണ് കണ്ടോ. അതിനൊക്കെ കേടിയിരുത്തി. അല്ലൂസിന് എന്ത് ടോയ് മേടിച്ചാലും ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് കേട്ടോ. അപ്പൊക്കിനും അതിന്റെ പാർട്സ് എല്ലാം എടുക്കും. കണ്ട ഇപ്പൊ അതിന് കണ്ട അല്ലൂസേ അത് കയറ്റി കൊടുക്കട്ടെ. അയ്യോ അത് കയറ്റാൻ പറ്റണില്ല. സംഭവം കേറില്ല കേട്ടോ. നോക്കട്ടെ ഞാൻ ട്രൈ ചെയ്യട്ടെ. അല്ലൂസേ അല്ലൂസ് തരില്ല. അങ്ങനെയല്ല അങ്ങനെയുണ്ട് ആൾക്കത് കൂടി. ഓക്കെ. ഓ ഫൈനലി നമ്മൾ അങ്ങനെ ഡ്രസ് എടുത്ത് കൊടുത്തു. കണ്ടോ ഇട്ട് കൊടുത്തു. നിക്കല്ലോ ഉടുപ്പ് കണ്ടോ. ഇതാണ് അല്ലൂസിന്റെ. ഇതെന്താണല്ലോ ബാർബി ഡോളോ. കണ്ടോ ഇതാണ് സംഭവം. ഇതിനെടുത്തുകൊണ്ട് ഇതിന്റെ പാർട്സ് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ. എന്തോ ഹൈറ്റ് അല്ലേ. ഇതെന്താണല്ലോ ഇതാണ് അല്ലൂസിന്റെ ബാർബി. റോസ്റ്റഡ് ക്യാഷ്യൂ ആണ് കേട്ടോ. ഉണ്ടോ സ്പൈസിയാണ്. നല്ലൊരു വേണോ. സ്പൈസിയാണ് പക്ഷെ അത്ര സ്പൈസി ഒന്നും അല്ല കേട്ടോ. അത്ര സ്പൈസി ഒന്നും അല്ല. കണ്ടോ ബാർബി ഡോൾക്ക് വിശക്കുന്നുണ്ടോ. ബാർബി ഡോൾക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ബാർബി ഡോളിനോട് ഇപ്പൊ ഒന്ന് കഴിക്കട്ടെ പറയൂ. അത്രക്കും സ്പൈസി ഒന്നല്ല. എന്നാ നമ്മള് ഫ്രണ്ടിലേക്ക് പാസ് ചെയ്തു കേട്ടോ. അല്ല ബാർബിനെ മുടി കെട്ടിക്കണോ. എന്ത് എന്ത് കെട്ടിയോ. എന്തോ ഇത് അച്ചു രാവിലെ ഇട്ടതല്ലേ റബ്ബർ ബാൻഡ്. എന്തല്ലോ വീഡിയോക്ക് അങ്ങനെ പറയാ. അത് അല്ലു കെട്ടിയതാട്ടോ. അല്ലാട്ടോ അച്ചു കെട്ടിയതാ പറ. അച്ചു കെട്ടി തന്നതാണല്ലേ. പോടെ അല്ലൂസിന്റെ ജലദോഷം മാറിയോ. ഇല്ലല്ലേ. പനിയൊക്കെ മാറി പക്ഷെ ജലദോഷം മാറിയിട്ടില്ലേ. ആ കളർ കൂടിയാണ് അല്ലേ. ഓനി ഈ ബാർബി ഡോളിന് മേക്കപ്പ് ഇടാൻ വേണ്ടിട്ട് റോസ് പൗഡർ ഒക്കെ എടുത്തിരുന്നു. അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് വഴക്ക് പറഞ്ഞു. അതാണ് അച്ഛൻ അയക്കണില്ല എന്ന് പറയുന്നത്. അല്ലല്ലോ ഇതിന് ഓൾറെഡി മേക്കപ്പ് ഒക്കെ ചെയ്തതാണ്. കണ്ടോ ഓൾറെഡി മേക്കപ്പ് ഒക്കെ ചെയ്തതാ. കണ്ടോ അല്ലോ. ഇതാ കണ്ടോ അത് ലിപ്സ്റ്റിക് ഇട്ടിട്ടുണ്ട്. ഇതാ കണ്ണൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി ഇതിന് മേക്കപ്പിന് ആവശ്യമില്ല. കണ്ടോ അത് സ്റ്റിക്കറാ പെണ്ണേന്ന്. ഏതാ സ്റ്റിക്കർ. അതിന് പിന്നെ പേനയും കൊണ്ട് വരയൊക്കെ ചെയ്തിട്ടുണ്ട്. അല്ലോ അല്ലൂസിന് വേണോ. ഇത് വേണോ. വിശക്കിന് എന്താ വയ്ക്കുക. ചോറ് വേണോ. നമുക്ക് കുപ്പണ്ണീത്ത് ചോറ് കിട്ടിക്കൊള്ളുന്നില്ല. നമുക്ക് ചോറുണ്ടോന്ന് നോക്കാം. വിശക്കുന്നുണ്ടോ. കാനേ എന്താണ് കാന. ഭക്ഷണം. അപ്പൊ നമുക്ക് ഭക്ഷണം തപ്പട്ടെട്ടോ. നോക്കട്ടെ. ഓ വാൽപ്പാറ പോണ റൂട്ട് ഇതാണോ. ഓ വാൽപ്പാറ പോവാട്ടെ. 59 കിലോമീറ്റർ. നമ്മള് ശരിക്കും തമിഴ് സിനിമയിലൊക്കെ കാണുന്ന പോലെ അല്ലേ. ചെറിയ ചെറിയ വീടുകളും ഉണ്ട് കടകളും ഉണ്ട് കേട്ടോ. കടകളും ഉണ്ട് വീടുകളും. അല്ലാതെ വീടുകളും ഉണ്ട് കടകളും ഉണ്ട്. കടകളാണ് കൂടുതൽ പക്ഷെ അതിന്റെ അടിയിൽ കൂടി വീടുകളും ഉണ്ട്. ചെറിയ ചെറിയ വീടുകളാണെങ്കിലും അവരത് നല്ല വൃത്തിയായിട്ട് കൊണ്ടു നടക്കുന്നുണ്ട് കേട്ടോ. ഫ്രണ്ടൊക്കെ ഭയങ്കര വൃത്തിയാണ്. സിമെന്റ് ഒക്കെ ഇട്ടിട്ട്. ആ കാണുന്ന ഹിൽസ് ആണ് വാൽപ്പാറ. ഓ
വാൽപ്പാറ പറയുമ്പോ നമ്മളാ ടീച്ചേഴ്സ് പോയത് ഓർമ്മ വരും അല്ലേ? ശരിക്കും ഏത് സ്ഥലം നിങ്ങക്ക് അറിയില്ല കേട്ടോ. ഇത് ഏത് സ്ഥലം? ചുങ്കം. ഓ, പൊള്ളാച്ചി ചുങ്കം സ്ഥലത്തിന്റെ പേര്. എന്തൊരു ആൾക്കൂട്ടം. അത് മരിച്ചത് കൊണ്ടുപോവാ അല്ലേ? അവര് മരിച്ചത് കൊണ്ടുപോട്ടെ. ആ റോഡിന്റെ സൈഡ് കണ്ടോ, ഫുള്ളും ഫ്ലവർ ആണ് കേട്ടോ. കണ്ടോ, ആ റോഡിന്റെ സൈഡിൽ കൂടി നിങ്ങൾക്ക് നോക്കിയാൽ കാണും കേട്ടോ. അങ്ങനെ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് പിന്നെയും ഉള്ളിലോട്ട് കയറിട്ടോ. ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട്. ഇത് നമ്മൾ പഴനി പോകുന്ന റൂട്ടല്ലേ? അതെ. അപ്പൊ ഇത് നമ്മൾ പഴനി പോകുന്ന റൂട്ടാട്ടോ. ബൈപ്പാസ് കൂടി അല്ല, നമ്മൾ ഇങ്ങനെ ഗ്രാമങ്ങളിലൂടെ പോവാൻ. ഇതും എന്തോ പേര് എഴുതിയിട്ടുണ്ട് കേട്ടോ ബോർഡുമേ. തമ്പിക്കാൽ അയ്യാൻ നഗർ. ഓക്കെ, തമ്പിക്കാലോ? എല്ലാവരും മനസ്സിലായോ എന്ത് കാലാണ്? തമ്പിക്കാൽ. കയറാനൊന്നുമില്ല ഇവിടെ. ഇങ്ങനെ പോകുമ്പോ ചെറിയ വഴിയാട്ടോ. പക്ഷെ ചെറിയ വഴിയാണെങ്കിലും റോഡ് ക്ലിയർ ആണ്. തെങ്ങിനെയാണ് കാര്യമായിട്ട് കേട്ടോ. ചെറിയൊരു പെട്ടിക്കട അല്ലല്ലോ അത്. അതെന്ത് കട? അത് മറ്റേ സംഭവം എന്താ പറയാ, വൈൻ ഷോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാല് വലിയ, അതായത് ഒരുപാട് ഏക്കർ കണക്കിന് സ്ഥലത്ത് തെങ്ങ് തോപ്പുണ്ടാവും. ആ തോപ്പിന്റെ ഉള്ളിൽ തന്നെ അവര് ചെറിയ വീട് വെച്ചിട്ട് അവര് താമസിക്കും. അതായത് അതിന്റെ പട്ട, തേങ്ങ, അങ്ങനെ പശുക്കളൊക്കെ മേഞ്ഞിട്ട് ആ ഒരു സംഭവം ഉണ്ട് ഇവിടെ അല്ലേ? ഞാൻ നിങ്ങൾക്ക് അങ്ങനെ ഒരു സംഭവം കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഒരു തോട്ടം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു മിനിറ്റ്. അങ്ങോട്ടൊന്ന് തിരിച്ച് അപ്പുറത്തേക്ക് കണ്ടോ, അതൊക്കെ ഇപ്പൊ തോട്ടാണ് കേട്ടോ. അപ്പൊ അതിൽ കണ്ടോ, ആ കാണുന്നത് ഒരു വീടാണ്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതൊക്കെ എന്താ, തെങ്ങിന് നനക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ കുളമാണ് കേട്ടോ. അതിൽ തന്നെ മോട്ടർ വെച്ച് പമ്പ് ചെയ്യും അവര്. പക്ഷെ അതിന്റെ അപ്പുറത്ത് കണ്ടോ ഒരു വീട് കണ്ടോ. ആ വീട്ടിലെ ആളുകൾ ഉണ്ടാവും ഈ തോപ്പ് നോക്കാനും. അപ്പൊ അവർക്ക് എന്താ പശുക്കളൊക്കെ വെക്കും. എന്നിട്ട് അതിനൊക്കെ നോക്കാനുള്ള ആളുകൾ അവിടെ തന്നെ അവര് വീട് വെക്കും. അത് വാടകയ്ക്കായിരിക്കും അല്ലേ? അതെ, വാടകയ്ക്ക് വെച്ചിട്ടിരിക്കും. അപ്പൊ നമ്മൾ ഇപ്പൊ നിൽക്കുന്നത് പൊള്ളാച്ചി ചുങ്കം എന്ന് പറയുന്ന സ്ഥലത്തട്ടോ. അപ്പൊ ഞാൻ അങ്ങനെ പോകുന്ന വഴിക്കേ ഒരു കാഴ്ച കണ്ടു. അപ്പൊ ആ കാഴ്ച ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടോ. എന്റെ ബാക്കിൽ നിൽക്കുന്നത് ഇത് ഈ ആളിയാറുണ്ടല്ലോ, ആളിയാർ ഡാമിൽ വരുന്ന വെള്ളമാണ് കേട്ടോ അത്. പക്ഷെ ഇപ്പൊ വെള്ളം കമ്മിയാണ്. മഴക്കാലമൊക്കെ ആയി കഴിഞ്ഞാല് അവിടെ എന്റെ ബാക്കിൽ കണ്ടോ തട കെട്ടിയിട്ടുള്ളത്. ആ തടയിലൊക്കെ നമുക്ക് ഒരുപാട് വെള്ളം ഉണ്ടാവും. അതായത് ഇങ്ങനെ വെള്ളം പുറത്തേക്ക് തള്ളു കേട്ടോ. അത്രയും വെള്ളം ഉണ്ടാവും. ഇപ്പൊ ഇതിൽ വെള്ളം കമ്മിയാണ്. കണ്ടോ, ഈ കാണുന്നതാണ് ആളിയാർ ഡാം. ആളിയാർ. ഈ പുഴയുടെ പേരെന്താ എനിക്കറിയില്ല കേട്ടോ. അതായത് പുഴ എന്താ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. അപ്പൊ ഇതാണ്. അപ്പൊ ഒരുപാട് ആൾക്കാർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ ഇവിടെ വരാറുണ്ട്. കണ്ടോ, വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ നിങ്ങളെയും കൂടി കാണിക്കാന്ന് വിചാരിച്ചു. കണ്ടോ, നല്ല കാറ്റാണ് കേട്ടോ. കാറ്റ്, അപാര കാറ്റ്. കണ്ടോ, തലയിൽ തട്ടൊക്കെ പാറി പോകുന്നുണ്ട്. ഇത്രയും കാറ്റുണ്ട്. കണ്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതെന്താ വെച്ചാൽ ഇതിന്റെ ബാക്കിലൊക്കെ തെങ്ങും തോപ്പാണ്. എന്താ പറയാ, വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ ഇത്. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, മറ്റേത് നമുക്ക് അവിടെ കാണുന്ന തട കണ്ടോ, ഈ തട കണ്ടോ, ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ തടന്റെ മുകളിൽ കൂടി ഒക്കെ വെള്ളം വന്നിട്ട് ഒരുപാട് ആൾക്കാരൊക്കെ, വെള്ളം വരുന്ന സമയത്തൊക്കെ ഒരുപാട് ടൂറിസ്റ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആളുകൾ കാണാനൊക്കെ ഉണ്ട്. ഇപ്പം കുറച്ച് വെള്ളമുള്ളൂ. ഇടം കുറച്ച് വെള്ളമുണ്ട്.
ഇവിടെ കുറച്ച് വെള്ളമുണ്ട് കേട്ടോ, കാണിച്ചു തരാം. ജസ്റ്റ് വെള്ളമുണ്ട്. വെള്ളത്തിലൊക്കെ എന്തൊക്കെ കൊടുന്ന് ഇട്ടിട്ടേക്കണ്ടോ, വേസ്റ്റുകളൊക്കെ കൊടുന്ന് തള്ളുന്നുണ്ട്. കാറ്റാണ്, കാറ്റുണ്ടോ, നല്ല കാറ്റുണ്ട്. ഈ കാണുന്നതാണ്, ഇതൊരു കാണുന്നത് ഒരു ഹിൽസ് ആട്ടോ. ഏതാ ഹിൽസ് അറിയുന്നവരുണ്ടെങ്കിൽ പറഞ്ഞാണി. ഇതാണ് ആളിയാർ. നമ്മൾ ആളിയാർ ഡാം എന്നൊക്കെ കേട്ടിട്ടില്ലേ? ഈ ഹിൽസിന്റെ ചോട്ടിലാണ് ഇത്. ഹിൽസിന്റെ ചോട്ടില് ഡാം ഉണ്ട്. ഇങ്ങനെ കയറി കഴിഞ്ഞാൽ വാൾപ്പാറയാവും. ആ സംഭവമാണ് ഇത് കേട്ടാ. ഹിൽസിന്റെ മേളിലും നമ്മൾ കയറുന്നില്ല. ഫുള്ള് ഹിൽസ് ആണ് കേട്ടോ. കണ്ടേ കാണുന്നതൊക്കെ ഹിൽസ്. ഇവിടെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. എന്താ വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റിയ നല്ല അടിപൊളി സ്പോട്ടാണേ. പുതിയതായിട്ട് കല്യാണം കഴിക്കാനും കല്യാണം കഴിക്കാൻ പോകുന്നവരും കല്യാണം കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ വല്ല വീഡിയോസ് ഒക്കെ എടുക്കാനുണ്ടെങ്കിൽ വന്നോളൂ. ആടിനെ മേയ്ക്കുന്ന ആളുകൾ കേട്ടോ. അയ്യോ, റോഡ് മോശമായതുകൊണ്ടാണ് വീഡിയോ ഷേക്ക് ആവുന്നത്, ക്ഷമിക്കണം. ആടിനെ മേയ്ക്കുന്ന ആളുകളാണ്. റോഡ് വളരെ മോശം. അയ്യോ അയ്യോ അയ്യോ. ഹിൽസ് കേട്ടാ, ആളിയാർ ഹിൽസ്. നമുക്ക് കറക്റ്റ് എന്തായാലും വാൾപ്പാറ എന്തിനാണ് സംഭവം കേട്ടോ. വാൾപ്പാറ മെയിൻ റോഡ്. അങ്ങനെ നമ്മള് മെയിൻ റോഡിലെത്തി. പിന്നെ നമുക്ക് ഈ പൊള്ളാച്ചി ഭാഗത്ത് കാണാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് കേട്ടോ. അതായത് ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കമ്പനിയാണ് ചകിരിയുടെ കമ്പനി. അതായത് ചകിരിച്ചോറ്, നമ്മളെ എന്താ കയറുണ്ടാക്കില്ലേ, ചൂടിക്കയറൊക്കെ ഉണ്ടാക്കില്ലേ, അതിന്റെ കമ്പനി. ഈ സൈഡിൽ കാണുന്നത് അങ്ങനെ ഒരു കമ്പനിയാണ് കേട്ടോ. ഈ കാണുന്ന കമ്പനി ഇഷ്ടംപോലെ കാണാൻ പറ്റും നമുക്ക്. ഈ ഭാഗത്തു കൂടെ ഒക്കെ അത് കാണുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല കേട്ടോ. കണ്ട ഒരു പാറയുടെ മുകളിൽ ഒരു അമ്പലം സെറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലിയർ അല്ല. ഇവിടുന്ന് കാണാൻ പറ്റുന്ന വ്യൂ ആട്ടോ. നമ്മൾ വീഡിയോയിൽ കാണുന്നേക്കാളും നല്ല വ്യൂ ആണ് ഡയറക്റ്റ് കാണുമ്പോൾ. കണ്ടോ, അത് കാണുന്നുണ്ടോന്ന് നോക്കണ്ടേ, ഒരു മിനിറ്റ് കാണിച്ചു തരാം. തെങ്ങിന്റെ മറവ് കൊണ്ട് അത് കാണാൻ പറ്റുമോ നോക്കട്ടെ ഒരു മിനിറ്റ്. സംഭവം അടുത്തെത്തിയിട്ടുണ്ട്. കാണാൻ പറ്റുമോ ഇതൊക്കെണ്ട, മലന്റെ മുകളിൽ കാണുന്നുണ്ടോ? അടുത്ത തെങ്ങ് പറഞ്ഞ ഒരു മിനിറ്റ്. ഇതാ കണ്ട തെങ്ങിന്റെ തോട്ടം കണ്ടോ. ഇവര് ഈ പട്ടയൊന്നും യൂസ് ചെയ്യില്ലാന്ന് തോന്നുന്നു കേട്ടോ. ഈ ഗ്യാസൊക്കെ കമ്മി ആയതുകൊണ്ടേ ഈ തെങ്ങിന്റെ പട്ടയ്ക്ക് ശരിക്ക് കത്തിക്കാനെടുക്കുക. അത് കണ്ട അതിന്റെ ചോട്ടിലുണ്ട, ഈ റോക്കിന്റെ മുകളിൽ കണ്ട അവരൊരു അമ്പലം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ സൈഡിൽ നിന്ന് കാണാൻ പറ്റില്ല, അപ്പുറത്തെ സൈഡിൽ നിന്ന് കാണാം. കണ്ടോ, ഇതാ കണ്ട അമ്പലം സെറ്റ് ചെയ്തിട്ടുണ്ട് അവര്. സൂക്ഷിച്ച് നോക്കുന്നത് കാണാൻ പറ്റും. കണ്ട അമ്പലം സെറ്റ് ചെയ്തിട്ട്. ക്ലാസ് കയറ്റി അത്രയും വെയില കണ്ടോ. ഇതാണ് അമ്പലം കണ്ട, കറക്റ്റ് കാണാൻ പറ്റുന്നുണ്ട്. അവർക്കത് കേറി പോവണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന് ഈ വീടിന്റെ ഒക്കെ സൈഡിൽ കൂടി പോവാട്ടോ. നമ്മള് കോഴിക്കുഞ്ഞുങ്ങളെ വെക്കുന്നുണ്ടോ. അതേപോലെ തന്നെ ഇവിടെ പ്ലാസ്റ്റിക് കുടക്കരങ്ങൾ വെക്കുന്നുണ്ടോ. ഇവിടെ ഇങ്ങനെ ഈ പ്ലാസ്റ്റിക്കിന് അതുപോലെ തന്നെ സ്റ്റീലിന്റെ പാത്രങ്ങൾക്കൊക്കെ നല്ല വിലക്കുറവാക്കാരട്ടാ.
ഈ റോഡിന്റെ ഈ സൈഡിൽ കൂടി കാണുന്നത് എന്താണ്? ഇതാണ് കേട്ടോ കൂൺ കൃഷി. ഈ കാണുന്നത് കൂൺ കൃഷിയാണ്. അപ്പൊ നമ്മൾ വീണ്ടും ചെറിയ വഴിയിലെത്തിയിട്ട്, അതായത് ചെറിയ റോഡായിട്ടോ, ഹൈവേന്ന് ഇങ്ങോട്ട് കയറി. ഹൈവേന്നല്ലാണ്ട് ടൗണിൽ നിന്ന് ഇങ്ങോട്ട് കയറി, ഉള്ളിലോട്ട് കയറിട്ടോ. ഇതൊക്കെ ഫുള്ള് തെങ്ങും തോപ്പാണേ. തെങ്ങിൻ തോപ്പ് കൂടി വീടുകളുണ്ട്. ഇവിടെ ഇങ്ങനെ തേങ്ങ ഉണക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് ഉണ്ടാവും. ഈ തെങ്ങും തൈയൊക്കെ കണ്ടോ? എന്താ 18-ാം പട്ടേ അങ്ങനെയൊക്കെ സംഭവം തോന്നുന്നുണ്ട് കേട്ടോ. ഇത് ചെറിയ ചെറിയ തെങ്ങും തൈ തന്നെ, പക്ഷെ മിക്ക നല്ല കായ ഉണ്ടാവുന്നുണ്ട്, കായ്ഫലാണ്. അല്ല് കാണുന്നുണ്ടോ? നെബാട്ടി നിന്നിട്ട് നമ്മുടെ മാളൂട്ടിന്റെ വ്ളോഗും കണ്ടിട്ടിരിക്കുക കേട്ടോ. അതിനാകെ കാണുന്നത് മാളൂട്ടിന്റെ വ്ളോഗാണ്. കണ്ടോ നെബാട്ടി നിന്നിട്ട്. ഇതെന്താ എഴുതിയിരിക്കുന്നത്? കോക്കനട്ട് ഡെവലപ്മെൻറ്റ് ബോർഡ്. ഞാൻ ഇവിടെ ഒരു സംഭവം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുറച്ചും കൂടി അങ്ങോട്ട് പോകണം. നമ്മുടെ ശ്രീലങ്കൻ അഭയാർത്ഥികൾ കുടിയേറി പാർക്കുന്നൊരു സ്ഥലമുണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ ആദ്യമൊക്കെ ഒരു പഴയ കെട്ടിടത്തിലായിരുന്നു അവർ താമസിച്ചിരുന്നത്. ഇപ്പോൾ അത് ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് അവർക്ക് ഗവൺമെൻറ് വീട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് പോകണം. കാണിച്ചു തരാം. ഞാൻ എൻ്റെ കുഞ്ഞു യാത്രകൾ എന്ന് പറഞ്ഞ ചാനലിൽ ഞാൻ അതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് പോയി കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ അവർക്ക് എന്താ പറഞ്ഞാൽ അവർ ഒരു വേറെ വിഭാഗമായിട്ട് തന്നെ അവരെ കാണപ്പെട്ടു. ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്നത്തെ ആ വീഡിയോയിൽ. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് അവരെ വീട് വെച്ച്, അതായത് ഗവൺമെൻറ് വീട് വെച്ച് കൊടുത്തിട്ട് അവർ ഇരിക്കുന്നതാണ് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. കുറച്ചുകൂടി പോകണം. ഇതൊരു കുറച്ച് എന്താ പറയുക, ഒരു ഫോറസ്റ്റ് ഏരിയ പോലെയാണ് കേട്ടോ ഈ ഒരു ഏരിയ. ഇവിടെ ചെറിയ ചെറിയ കടകൾ ഇതായി കാണുന്നതാണ്. അവർക്ക് ഇപ്പം പുതിയതായിട്ട് ഗവൺമെൻറ് വെച്ച് കൊടുത്ത വീടുകളാണ്. കണ്ടോ ഇത് കണ്ടോ ഇങ്ങനെ ഇതായിട്ട്. ഇവിടെ എന്താ തമിഴിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ സംഭവമാണ്. ഇവരാണ് ശ്രീലങ്കൻ അഭയാർത്ഥികളാണ് കേട്ടോ. നമ്മൾ ഫൈനലി തിരുമൂർത്തി ഹിൽസ് എത്തിട്ടോ. തിരുമൂർത്തി ഹിൽസ് എന്ന് പറഞ്ഞാൽ അതായത് ആ മലന്റെ ചോട്ടിൽ തന്നെ നമ്മൾ ആ ഡാമും ഉണ്ടേ. ഡാം അപ്പൊ നമ്മൾ എൻട്രി ആവുകയാണ് കേട്ടോ. സംഭവം ഡാമിന്റെ പരിസരത്ത് വലിയൊരു ഇതുണ്ട്, റോക്ക് കണ്ടോ, PWDയുടെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടേക്കൊന്നും ഇതിൽ വെള്ളം ഉണ്ടോ എന്താന്നുള്ളത് നമുക്കറിയില്ല, നമുക്ക് പോയി നോക്കാം. അപ്പൊ ഇതാണ് അതിന്റെ എൻട്രി. കണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് തിരുമൂർത്തി ഹിൽസ്. ചിലപ്പോൾ ഇതിന് പേര് വന്നത് ഇത് ഹിൽസിന്റെ ചോട്ടിലായതുകൊണ്ടായിരിക്കാം. ഇവിടുന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. നല്ല വെയിലാണ്. അതാ വെള്ളം തുറന്നു വിട്ടിട്ടുണ്ട് കേട്ടോ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതിൽ തമിഴിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്ത് തിരുമൂർത്തി ഡാം. തിരുമൂർത്തി കണ്ടതാ? ഇതാണ് ഡാം. പോയി നോക്കാം. നമ്മൾ ഈ നിൽക്കുന്നതാണ് തിരുമൂർത്തി ഡാം. കണ്ട എൻ്റെ ബാക്കിൽ കാണുന്നതാണ് തിരുമൂർത്തി ഡാം. നല്ല വെയിലാട്ടോ. ഉച്ചക്ക് 2 മണിയാണ് സമയം. കണ്ട ഈ കാണുന്നതാണ് തിരുമൂർത്തി ഡാം. കണ്ടോ വെള്ളം കമ്മിയായിട്ടുണ്ട് കേട്ടോ. വെള്ളം എല്ലാ സമയത്ത് ഇതുവരെയൊക്കെ വെള്ളം ഉണ്ടാവും. ഇതുവരെയൊക്കെ വെള്ളം ഉണ്ടാവും. ഇപ്പൊ വെള്ളം കമ്മിയാണ്. ആടുകൾ മേയുന്നുണ്ട് കേട്ടോ. അവിടെ ആടുകൾ മേയുന്നുണ്ട്.
ഇതാണ് തിരുമൂർത്തി ഹിൽസ്. ഇത് കാണുന്നത് ഹിൽസ്, ഇതിന്റെ ചോട്ടിൽ കാണുന്നതൊക്കെ ഡാം കേട്ടാ. കാണുന്ന ഡാം കേട്ടോ. ഇത് ഒരുപാട് സിനിമയിലൊക്കെ ഉണ്ട് കേട്ടോ. തമിഴ് സിനിമയിലൊക്കെ ഉണ്ട്. ഇവിടെ ആടിനെ മേയ്ക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. ഡാമിന്റെ ചോട്ടിലൊക്കെ ആടുകൾ മേയ്ക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ ഒന്നും വെള്ളം ഇല്ല കേട്ടോ. അതാ കണ്ടോ, ഈ ഷട്ടറിലൊന്നും വെള്ളമില്ല. ഇവിടെ ഒന്നും വെള്ളമില്ല. കണ്ടോ, ഈ കാണുന്നത് ഹിൽസ്. നല്ല വെയിലാണ് കേട്ടോ. നല്ല വെയിലാണ്. നല്ല വെയിലാണ് കാണുന്നത്. അവിടെ ഈ ഷട്ടറുകളുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല, വെയിലായതുകൊണ്ട് തന്നെ വീഡിയോ ക്ലാരിറ്റി ഇല്ല. ആളുകളൊക്കെ കമ്മിയാണേ. കണ്ടോ, ആളുകൾ കമ്മിയാണ്. ഇത് ഉച്ച ആയതുകൊണ്ടായിരിക്കും ആളുകൾ കമ്മി. വൈകുന്നേരം രാവിലെയൊക്കെ ചിലപ്പം ഒരുപാട് ആൾക്കാർ. ഇവിടെ നല്ല കാറ്റാണ് കേട്ടോ. ഞാൻ ഇതിന് മുന്നേ ഇതിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ മറ്റു ചാനലിൽ. ഇതില് എൻ്റെ കുഞ്ഞു യാത്രകൾ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ചാനൽ ഉണ്ടല്ലോ. അപ്പൊ ആ ചാനലിൽ ഞാൻ ഇതിന്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങളൊന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ, എൻ്റെ കുഞ്ഞു യാത്രകൾ. അപ്പം അതില് അന്ന് ഇവിടെ ഒരു ഈ ഭാഗത്ത് ഞാൻ കാണിച്ചത്, ഈ സൈഡ് കണ്ടോ, ഈ ബാക്കിൽ കാണുന്ന ഈ സൈഡില് ഒരു പെയിന്റ് ഒക്കെ ഇങ്ങനെ നമ്മൾ ചിത്രം വരക്കുമല്ലോ, നമ്മളെ ഫേസ് നോക്കിയിട്ട് നമ്മളിങ്ങനെ ഫ്രണ്ടിൽ ഇരുന്ന് കൊടുത്ത് നമ്മളെ മുഖം നോക്കിയിട്ട് വരക്കുന്ന ഇതുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു അല്ലൂസിന്റെ ചിത്രമൊക്കെ വരച്ചിട്ടുണ്ടായിരുന്നു. അല്ലൂസിന്റെ ഫേസ് ഒക്കെ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെയൊക്കെ വെള്ളം വറ്റിയിട്ടുണ്ട്. ഇതിന്റെ ബാക്കിൽ കാണുന്ന കണ്ട ഷർട്ടിന്റെ ചോട്ടിലൊന്നും വെള്ളം ഇല്ല കേട്ടോ. ഒന്നും വെള്ളമില്ല. അപ്പൊ ഇതാണ് തിരുമൂർത്തി ഡാം. തിരുമൂർത്തി ഡാം കാണുന്നത്. വെയിലായതുകൊണ്ട് നിങ്ങൾക്ക് ക്ലാരിറ്റി ഉണ്ടോ എന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഈ സൈഡ് ഉണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? ഇതാണ് തിരുമൂർത്തി. ഒരുപാട് സിനിമയിൽ കൂടിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ സിനിമയിലൊക്കെ ഉണ്ട്. ഒരു മലയാണ് കേട്ടോ. അത് അതൊക്കെ റോക്ക് പാറക്കഷ്ണം ഇങ്ങനെ ഇതായി നിൽക്കുന്ന പോലെ. വെള്ളം കമ്മിയായിട്ടുണ്ട്. ആടുകൾ മേയുന്ന കണ്ട. നമ്മുടെ പണ്ടത്തെ പുളിയച്ചാറ് കണ്ട, കൊടംപുളി പൊടിയച്ചാറ് ഒക്കെ ഉണ്ട്. മാങ്ങ ഉണ്ട് കേട്ടാ. ഇത് നമുക്ക് ഓർമ്മ ഉണ്ടോ? നമ്മ പണ്ടത്തെ കൊടംപുളിയാണ്. ഇത് എവിടെ അമ്മ? 5 രൂപ. 5 രൂപ. നമ്മളിത് 1 രൂപക്ക് മേടിച്ചത്. നമ്മളൊക്കെ സ്കൂൾ പഠിക്കുന്നത്, എന്റെയൊക്കെ കാലത്ത് സ്കൂൾ പഠിക്കുമ്പോൾ അത് 1 രൂപയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നേ. കണ്ടാ. അല്ലൂസിന് എന്താ വേണ്ടേ പറഞ്ഞ? ഏതാ വേണ്ടേ പറ. കടലേ, കൊടംപുളിയോ, ഇതോ, മാങ്ങേ? ഇത് 2 എടുത്താണോ? ഇത് 2 കേട്ടോ. ഒരു കടല എടുക്കാം നമുക്ക്. വന്നാലേ ഞാന് എൻ്റെ കൊടംപുളി ഒരു കടല മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ജോർജ് കുട്ടി വന്നിട്ട് പൈസ കൊടുത്താടി. എന്താ ഞാൻ മേടിച്ചിട്ടുണ്ട്. ഈ ജോർജ് കുട്ടി പൈസ കൊടുക്കും. അതെന്താ? അതന്നെയാണ്. ആ ഹിൽസ് കയറി പോണം. എൻ്റെ ബാക്കിൽ കാണുന്ന ഹിൽസ് ഉണ്ടോ, അത് കയറി പോവൊക്കെ ചെയ്യട്ടോ. പക്ഷെ അല്ലൂസിനെ വെച്ചിട്ടൊന്നും നമുക്ക് കേരളത്തിൽ നടക്കില്ല. എൻ്റെ ഈ ബാക്കിൽ കാണുന്ന ഇവിടേക്ക് ഇങ്ങോട്ട് എൻട്രി ഇല്ല കേട്ടോ. കണ്ടോ, ഈ കാണുന്ന ഗേറ്റ് ഉണ്ട്, ഇവിടേക്ക് എൻട്രി ഇല്ല കേട്ടോ. അപ്പൊ ഇനി ഷൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർ തുറന്നു കൊടുക്കും. പക്ഷെ അല്ലാതെ നമുക്ക് വിസിറ്റേഴ്സിന് അലൗഡ് അല്ല. ഇതാണ് നമ്മള് സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇതിന് മുന്നൊക്കെ അല്ലേ, പാട്ട് സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇതാണ് ഇപ്പോ സംഭവം. ഇതിന് മുകളിലോട്ട് നമുക്ക് അങ്ങനെ കയറി പോവാം കേട്ടോ. ഹിൽസ് അങ്ങനെ കയറി പോവാം. പക്ഷെ അല്ലൂനെ വെച്ചിട്ട് നമ്മൾ പോകുന്നത് ഡേഞ്ചറാണ്. എന്താ സൈമ മാങ്ങയൊക്കെ മേടിച്ചിട്ടുണ്ട്.
ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ടെമ്പിളും ഉണ്ട് കേട്ടോ. ഇതിന്റെ ചോട്ടിൽ തന്നെ ഒരു ടെമ്പിളും ഉണ്ട്. ചെനച്ച മാങ്ങ, നല്ല കാറ്റാട്ടോ ഇവിടെ, നല്ല കാറ്റാ. ഇതേപോലെ മാറിക്കല്ലോ, അത് മാറിക്കൊടുക്കാൻ ഞാൻ വീഡിയോ. ഇതുപോലെ അല്ലൂസിന്റെ പിക്ചർ വരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ. ലല്ലൂസേ, ഒരു വെയിലാട്ടതാ. ഇവിടെ കുറച്ചീച്ച വെള്ളം ഉണ്ട് കേട്ടോ അവിടെ, കേട്ടാ കുറച്ചീച്ച വെള്ളം. ഇവിടെ കാറ്റാണ്, ഭയങ്കര കാറ്റാണ്. അതാണപ്പോ തിരുമൂർത്തി ഡാമിന്റെ ഒരു, ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു വ്യൂ ആണ് കേട്ടോ ഇത്. തിരുമൂർത്തി ഡാമിന്റെ ആണ് തിരുമൂർത്തി ഡാം. ഇതിന്റെ അപ്പുറത്തിന് കുറച്ചുകൂടി പോയി കഴിഞ്ഞാൽ ഒരു ടെമ്പിളും ഉണ്ടേ. ഡോണ്ട് യൂസ് പ്ലാസ്റ്റിക് ബാഗ്. പോവാ. പിന്നെ നമ്മൾ അന്നത്തെ വീഡിയോ, അന്ന് നമ്മൾ അപ്ലോഡ് ചെയ്ത വീഡിയോയില് എന്താ, അന്ന് നമ്മൾ ഡാമൊക്കെ തുറന്ന് വിട്ടോണ്ട് കഴിവഴികളിലൊക്കെ നല്ല വെള്ളം ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അവിടെ നിന്നൊക്കെ റീലും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ കുളിക്കാനും ഇതിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു നമ്മളിപ്പം വന്ന ഡ്രൈവറും കാര്യം ഒക്കെ. അപ്പൊ അത്രയും വെള്ളം ഉണ്ടായിരുന്നു, നല്ല നല്ല ക്ലിയർ വെള്ളം കേട്ടാ. അപ്പൊ അതാണ്. പക്ഷെ ഇന്ന് വെള്ളം കമ്മിയായി കേട്ടാ, വെള്ളം ഇല്ല ഇന്ന്. പറയുമ്പോ മഴക്കാലാണ്, മഴയില്ല, വെള്ളം ഇല്ല, അതാണ് മെയിന്. അപ്പൊ പൊള്ളാച്ചിക്ക് ഇവിടുന്ന് 45 കിലോമീറ്റർ, മധുര 158 കിലോമീറ്റർ, ഇതൊക്കെ ബോർഡ് എഴുതിയിട്ടുണ്ട് കേട്ടാ. അപ്പൊ നമ്മൾ അങ്ങനെ തിരിച്ചു. അപ്പൊ ഇനി നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് പഴനി കേട്ടോ. അപ്പോ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, അറിയുന്നവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക കേട്ടോ. അപ്പൊ ഓക്കെ, ബൈ, ടാറ്റാ.